ഇത് ഓണർ 50 എന്ന് പറഞ്ഞ മോഡലാണ്. ഇതൊരു ഷോപ്പ് വർക്കാണ്. ഷോപ്പിൽ നിന്ന് അയച്ചെന്നാണ്. അവരെ വേണ്ടപ്പെട്ട ഒരു കസ്റ്റമറെ ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഷോപ്പിൽ നിന്ന് അയച്ചെന്നാണ്. അവരതിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസ് നമുക്ക് എഴുതി വിട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് എന്തൊക്കെ ചെയ്തു എന്നുള്ളതിൻ്റെ കറക്റ്റ് ഒരു നമുക്ക് എഴുതി അതിൽ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ അവർ ചെയ്തതിൻ്റെ ഒരു ഐസി അവർ റിമൂവ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു പുതിയ ഐസി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് എന്താ കംപ്ലൈൻറ്റ് എന്നുള്ളത് നോക്കാം. നമ്മൾ ബോർഡ് റിമൂവ് ചെയ്തിട്ടുണ്ട് ഹോണർ 50ൻ്റെ. അപ്പോൾ അത് ഓൾറെഡി ഷോപ്പുകാർ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ നോക്കിയിട്ടുണ്ട് എന്നുള്ള കംപ്ലൈൻറ്റ് വിശദമായിട്ട് അവർ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പവർ സപ്ലൈയിൽ കണക്ട് ചെയ്യാണ്. ഷീൽഡും കാര്യങ്ങളൊക്കെ അവർ തന്നെ പൊളിച്ചിട്ടുണ്ട്. പവർ സപ്ലൈ കണക്ട് ചെയ്യുമ്പോൾ ഫുൾ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമുക്ക് എവിടെ ഷോർട്ട് ഉള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം. ഞാൻ മാറ്റി ഐ സിക്കാണോ എന്താണെന്നുള്ള കാര്യം നമുക്ക് കൺഫേം ആക്കണം. ഓക്കെ, അങ്ങനെ അല്പ നേരങ്ങൾക്ക് ശേഷം നമ്മൾ ഷോർട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കിനി വോൾട്ടേജ് ഒന്ന് ഇഞ്ചെക്ട് ചെയ്ത് നോക്കി നോക്കാം. ഓൾറെഡി ഞാൻ ചെക്ക് ചെയ്ത് വെച്ചതാണ്. ചാർജിങ് ഐ സി ആണ് കാണിക്കുന്നത് ഷോർട്ട്. അപ്പം ഇനി നമുക്ക് ചാർജിങ് ഐ സി റീപ്ലേസ് ചെയ്തിട്ട് നോക്കാം. ഇതാണ് നിലവിൽ ചാർജിങ് ഐസിൻ്റെ അവസ്ഥ. ഐസിയും കരിഞ്ഞിട്ടുണ്ട്, പ്രിൻറ്റും പോയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് പ്രിൻ്റ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ബോർഡത്തെ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഒരുവിധം സെറ്റാക്കിയിട്ടുണ്ട്. ബോർഡൊക്കെ ഫുള്ള് കരിഞ്ഞു പോയിരുന്നു. ബോർഡത്തെ പ്രിൻറ്റും കാര്യങ്ങളും ഒരുവിധം സെറ്റാക്കി. ഐ സി നമുക്ക് അതിനി വേറെ പുതിയ ഐ സി തന്നെ ഇടേണ്ടതുണ്ട്. ഈ ഐ സി നമുക്ക് ഇനി യൂസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുതിയ ഐ സി ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിക്സ് ആക്കണം, എന്നിട്ട് നോക്കാം. അപ്പോൾ നമ്മളെ ഹോണർ 50ൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് ചാർജിങ് ഐ സി ഫുള്ള് ഷോർട്ടായിട്ട് പ്രിൻറ്റും ഐ സിത്തെ പ്രിൻറ്റും ബോർഡിൻ്റെ പ്രിൻ്റൊക്കെ പോയതായിരുന്നു. അത് നമ്മൾ ഫുള്ള് ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഐ സി പുതിയ തന്നെ ഫിക്സ് ആക്കിയിട്ടുണ്ട്. കംപ്ലൈൻറ്റ് ഫുൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഷോപ്പ് ആയിക്കോട്ടെ കസ്റ്റമർ ആയിക്കോട്ടെ ആർക്കും ആണെങ്കിലും കൊറിയർ അയച്ചു തരാം. നമ്മൾ കൊറിയർ സർവീസ് അവൈലബിൾ ആണ്.